USS പരീക്ഷ ഫെബ്രുവരി 28-നാണ്. നമുക്ക് ഇന്നു മുതൽ റെഗുലർ ക്ലാസ്സുകൾ നോക്കാം. സോഷ്യൽ സയൻസിന്റെ ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മുഗൾ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് തെറ്റായ കാലക്രമം സൂചിപ്പിക്കുന്ന കൂട്ടം കണ്ടെത്തുക, എഴുതുക. അപ്പോ പരീക്ഷ OMR ഷീറ്റിലാണ്, ബബിൾ ചെയ്താൽ മതിയാകും. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ കണ്ടെത്തുക. ചാപ്റ്റർ ഏതാണ്, ക്ലാസ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്. സോഷ്യൽ സയൻസിന്റെ ഏത് ചാപ്റ്ററാണ് തിരിച്ചറിയുക? മുഗൾ ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസിന്റെ 1ാമത്തെ യൂണിറ്റിലാണ്. അപ്പോൾ അവിടെ എന്താണ് പഠിച്ചത്? ആ ഓർഡർ, മുഗൾ ചക്രവർത്തിമാരുടെ ഓർഡർ എന്താണ്? മുഗൾ ചക്രവർത്തിമാരുടെ ഓർഡർ ഓർത്തിരിക്കേണ്ട ഈ ഒരു ചെറിയ കോഡ് മാത്രം പഠിച്ചാൽ മതി. ഫജ്സ, BHAJSA, ഫജ്സ. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഫജ്സ എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ കഴിയും. ഫജ്സ, മുഗൾ ചക്രവർത്തിമാരുടെ പേര് ഫജ്സ. മുഗൾ ചക്രവർത്തിമാരുടെ പേര് ഫജ്സ. അങ്ങനെയാണെങ്കിൽ മുഗൾ സുൽത്താൻമാരെ ചോദിച്ചാലോ? അതിനും പേടിക്കേണ്ട, മലയാളത്തിൽ അഗിത്തുസലോ എന്നങ്ങ് എഴുതിയാൽ മതി. അഗിത്തുസലോ, അടിമവംശം. ഇംഗ്ലീഷില് സ്ലേവ് ഡിനാസ്റ്റി, അല്ലെങ്കിൽ മറ്റൊരു പേരും കൂടിയുണ്ട്, മംലൂക്ക് ഡിനാസ്റ്റി. സ്ലേവ് ഡിനാസ്റ്റി, ഖൽജി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി വംശം. എങ്ങനെ സുൽത്താനേറ്റ് റൂളും നീണ്ടു പോകുന്നു. അപ്പോൾ ആദ്യം വരുന്നത് സുൽത്താനേറ്റ് റൂളാണ്. 1206 മുതൽ 1526 വരെയുള്ള കാലഘട്ടം സുൽത്താനേറ്റ് റൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1526 ചരിത്രത്തിലൊരു യുദ്ധം ഉണ്ടായല്ലോ, നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? 1526 പാനിപ്പത്ത് യുദ്ധമാണ് നടന്നത്. ആരൊക്കെ തമ്മിൽ? ഏറ്റവും അവസാനത്തെ സുൽത്താൻ വംശജനും, അതായത് ലോധി ഡിനാസ്റ്റിയിൽ ഇബ്രാഹിം ലോധിയും മുഗൾ രാജവംശത്തിന്റെ സ്ഥാപകനായ ബാബറും തമ്മിൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് നടന്ന യുദ്ധമാണ് 1526 പാനിപ്പത്ത് യുദ്ധം. അപ്പൊ അത് ആലോചിച്ച് വെച്ചേക്ക്. 1526 വർഷം പാനിപ്പത്ത് യുദ്ധം. മറ്റൊരു ചോദ്യം, which among the following inventions that helped to gain more popularity to the concept of Renaissance? USS 2021 ചോദ്യമാണ്. ക്ലാസ് 7 യൂണിറ്റ് 1. ചോദ്യം ഇങ്ങനെയാണ്: റെനൈസൻസിന്റെ, അതായത് നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതലായി എത്തപ്പെട്ടു ഏതിന്റെ കണ്ടെത്തലോടെ? ഏത് കണ്ടെത്തലാണ് റെനൈസൻസിന്റെ ആശയങ്ങൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചത്? പ്രിന്റിംഗ് പ്രസ്, ഫ്ലൈയിങ് ഷട്ടിൽ, ടെലസ്കോപ്പ്, സ്റ്റീം എഞ്ചിൻ. ഇതെല്ലാം ഏത് കാലഘട്ടത്തില് ഡെവലപ്പ് ചെയ്തതാണ്? റെനൈസൻസ് പീരീഡിൽ ഡെവലപ്പ് ചെയ്തതാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ റെനൈസൻസ് ഐഡിയ എത്തിക്കാൻ ഏറ്റവും അധികം സഹായിച്ചത് പ്രിന്റിംഗ് പ്രസ് ആണ്. പ്രിന്റിംഗ് പ്രസ്. ഇത് പ്രിന്റിംഗ് പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ 2 ചോദ്യങ്ങളും കൂടെ. ഒരെണ്ണം മധ്യകാല ലോകം എന്ന് പറയുന്ന 6ാം ക്ലാസിന്റെ ചാപ്റ്ററിൽ നിന്ന്, 8ാമത്തെ ചാപ്റ്റർ. അച്ചടി കണ്ടുപിടിച്ചത് ആരാണ്? ചൈനക്കാരാണ് അച്ചടി കണ്ടുപിടിച്ചത്. അതേസമയം പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് വെച്ചാൽ ഗുട്ടൻബർഗ് ആണ്. ചൈനക്കാരുടെ അച്ചടി മനസ്സിലാക്കി യൂറോപ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഗുട്ടൻബർഗ് ചെയ്തത്. പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് വെച്ചാൽ നമുക്ക് ഗുട്ടൻബർഗ് എന്ന ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അതേസമയം വാന നിരീക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ടെലസ്കോപ്പാണ് സഹായിച്ചത്. യാത്രയ്ക്കാണ് സഹായിച്ചതെങ്കിൽ മാരിനേഴ്സ് കോമ്പസ്, വടക്ക് നോക്കി യന്ത്രമാണ് സഹായിച്ചത്. അപ്പൊ ഏത് മേഖലയാണെന്ന് ആലോചിക്കുക. അച്ചടിയാണെങ്കിൽ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. റെനൈസൻസ് ഐഡിയാസ്, ബുക്സ്, പബ്ലിഷിംഗ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു. ടെലസ്കോപ്പ് ആണെങ്കിൽ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ അന്തരീക്ഷത്തെ കുറിച്ചുള്ള പഠനം തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു. യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ സ്റ്റീം എഞ്ചിൻ ആണ് വരുന്നത്. ഫ്ലൈയിങ് ഷട്ടിൽ എന്ന് പറയുന്ന ഓപ്ഷൻ തുണി വ്യവസായവുമായിട്ട്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി കോമ്പസ് ഉണ്ട്, വടക്ക് നോക്കി യന്ത്രം, അത് സഞ്ചാരത്തെ സഹായിച്ചു. അപ്പൊ ഈ ടോപ്പിക്കുകൾ
ഓർത്തിരിക്കുക. വ്യവസായ വിപ്ലവ കാലത്തെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഫ്ലൈയിങ് ഷട്ടിലുണ്ട്. വ്യവസായ വിപ്ലവ കാലത്തെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഫ്ലൈയിങ് ഷട്ടിലുണ്ട്. ജോൺ കെയ് ആണ് കണ്ടുപിടിച്ചത്. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്. ആവിയന്ത്രം ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. ഇതില് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ആവിയന്ത്രവും ഫ്ലൈയിങ് ഷട്ടിലും ഇതിനു മുമ്പേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ലോക്കോമോട്ടീവും ചോദിച്ചിട്ടുണ്ട്. സ്പിന്നിങ് ജെന്നി അധികമായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഈ കണ്ടുപിടുത്തങ്ങളും അവരുടെ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ കൂടി ആലോചിച്ച് വെച്ചേക്കുക. നോട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ ഇന്ന് 3 ടോപ്പിക്കുകളാണ് കവർ ചെയ്തിട്ടുള്ളത്. ഒന്ന്, സുൽത്താനേറ്റ് റൂളേഴ്സിന്റെ പേര്, കോഡ് അഗിതുസലോ. 2, മുഗൾ രാജാക്കന്മാരുടെ കോഡ്, മുഗൾ രാജവംശത്തിന്റെ കോഡ് എന്താണ്? ഫജ്സ, BHAJSA, ഫജ്സ. 3, വ്യവസായ വിപ്ലവ കാലത്തെ അല്ലെങ്കിൽ റെനൈസൻസ് കാലത്തെ കണ്ടെത്തലുകൾ എന്നുള്ള രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അടുത്ത വർഷം USSന്റെ വിജയ് എന്ന പുസ്തകം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം സന്ദർശിക്കാം. കോപ്പികൾ അവൈലബിൾ ആണ്. അടുത്ത വർഷം മാറുന്ന പുസ്തകങ്ങൾ, അതായത് 1, 3, 5, 7 ക്ലാസ്സുകൾ മാറും. നമുക്ക് 5ലെയും 7ലെയും നോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് USS ഓറിയന്റഡ് ആയിട്ടുണ്ട്. സോഷ്യൽ സയൻസിന് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട ഈ പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാണ്. ഇൻസ്റ്റാഗ്രാമിൽ USS 2024 കേരള എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ കോപ്പികൾ ഇന്ന് തന്നെ ഉറപ്പാക്കുക. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു.